അത് മാത്രമല്ല ഈ ഡിജോക്സിന് വേറൊരു പ്രത്യേകത ഉണ്ട് അല്ലേ, എന്താണ്? പക്ഷേ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്, അതായത് ബോൺ വരെ നമുക്ക് കാണാം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് എന്താണ്, സ്റ്റേജ് 4 പ്രഷർ അൾസർ. സൊള്ളൻ ആങ്കിളാണ് പേഷ്യന്റ് വന്നേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു അക്യൂട്ട് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ അട്രോപ്പിൻ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടി അട്രോപ്പിൻ കൊടുക്കുക? യൂഷ്വലി ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് നടന്ന കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എ പേഷ്യന്റ് വിത്ത് ഹാർട്ട് ഫെയിലിയർ ഇസ് സ്കെഡ്യൂൾഡ് ടു റിസീവ് ഡിജോക്സിൻ ആൻഡ് അട്രോപ്പിൻ. The nurse notes that the patient's heart rate is 54 beats per minute. What should the nurse do first? നോക്കിയേ, ഇത് ബേസിക്കലി ഒരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ, ഒരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതിനകത്ത് ഒരു രണ്ട് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഇവിടെ പറയുക അല്ലേ. അതായത് പേഷ്യന്റ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റ് നമ്മൾ യൂഷ്വലി ഡിജോക്സിൻ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പൊ നോക്കി, ഈ പേഷ്യന്റിന് ഡിജോക്സിൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ഡിജോക്സിൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അട്രോപ്പിൻ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടി അട്രോപ്പിൻ കൊടുക്കുക? യൂഷ്വലി ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ അട്രോപ്പിൻ കൊടുക്കാറുണ്ട്. അതേസമയം ഡിജോക്സിൻ ഒരു പ്രശ്നമുള്ളത് എന്താണ്? അത് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാലും അത് ഹാർട്ട് റേറ്റ് കുറയ്ക്കും അല്ലെ, അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട് അതിൽ. അപ്പൊ ഇവിടെ പേഷ്യന്റ് ഹാർട്ട് റേറ്റ് എത്രയാണ് പറയുക? നോക്കിയേ, 54 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഹാർട്ട് റേറ്റ് പറയുക. സോ ഇങ്ങനെ ഒരു പേഷ്യന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഡ്രഗും നോക്കിയേ, ഒരു ഡ്രഗ് ഹാർട്ട് റേറ്റ് കൂട്ടും, ഒരു ഡ്രഗ് ഹാർട്ട് റേറ്റ് കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡ്രഗും ആ പേഷ്യന്റിനെ സ്കെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ആ രണ്ട് ഡ്രഗും പേഷ്യന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ, ഈ 54 ബീറ്റ്സ് പെർ മിനിറ്റ് ഹാർട്ട് റേറ്റ് വന്നാൽ, നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക എന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ ഓപ്ഷൻ എ അഡ്മിനിസ്റ്റർ ഡിജോക്സിൻ, ഓപ്ഷൻ ബി അഡ്മിനിസ്റ്റർ അട്രോപ്പിൻ, ഓപ്ഷൻ സി അഡ്മിനിസ്റ്റർ ബോത്ത് മെഡിക്കേഷൻസ് ആസ് ഓർഡർ, ഓപ്ഷൻ ഡി റീചെക്ക് ദ ഹാർട്ട് റേറ്റ് ഇൻ 30 മിനിറ്റ്സ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് ഒരു ഡ്രഗ് ഹാർട്ട് റേറ്റ് കൂട്ടും, ഒരു ഡ്രഗ് ഹാർട്ട് റേറ്റ് കുറയ്ക്കും. അത് മാത്രമല്ല, ഈ ഡിജോക്സിന് വേറൊരു പ്രത്യേകത ഉണ്ട് അല്ലേ, എന്താണ്? ഈ 60 അല്ലെ, ഈ ഹാർട്ട് റേറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റിന് കേട്ടോ, ഹാർട്ട് റേറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റിന് താഴെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഏതാ ഡിജോക്സിൻ കൊടുക്കാറില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അട്രോപ്പിൻ അല്ലെ. നമുക്ക് ഈ പേഷ്യന്റ് അട്രോപ്പിൻ കൊടുക്കാം, ഡിജോക്സിൻ നമുക്ക് വിത്ത് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും തൽക്കാലത്തേക്ക് അല്ലെ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി അഡ്മിനിസ്റ്റർ അട്രോപ്പിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, പ്രഷർ അൾസറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. During nursing assessment, the nurse documents the presence of skin break, abrasion, blister, shallow crater, edema and infection. According to the recognized staging system, what is the classification of the pressure ulcer? നോക്കിയേ, ഇവിടെ ഒരു പ്രഷർ അൾസർ ഉള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യന്റ് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. സ്കിൻ ബ്രേക്ക് ഉണ്ട്, അബ്രേഷൻ ഉണ്ട്, ബ്ലിസ്റ്റർ ഉണ്ട്, ഷാലോ ക്രേറ്റർ ഉണ്ട്, എഡിമ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്. ഇത് ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രഷർ അൾസർ ആണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലുള്ള പ്രഷർ അൾസർ ആണ്? ഓക്കെ, ഓപ്ഷൻ എ സ്റ്റേജ് 1, ഓപ്ഷൻ ബി സ്റ്റേജ് 2, ഓപ്ഷൻ സി സ്റ്റേജ് 3, ഓപ്ഷൻ ഡി സ്റ്റേജ് 4. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഇത് ബേസിക്കലി ഒരു സ്റ്റേജ് 2 അല്ലെ, സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. നമുക്ക് നോക്കാം കേട്ടോ, അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ്, അത് ഒന്ന് നമുക്ക് പഠിച്ച് തന്നെ പോകണം കേട്ടോ. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സ്റ്റേജ് 2 ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ഒരു സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസറിന്റെ ഒരു ഇമേജ് എന്ന് പറയുക അല്ലെ. അപ്പൊ നമ്മുടെ സ്കിൻ ലെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പിഡെർമിസ് ഉണ്ട്, ഡെർമിസ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ട്, പിന്നെ സോഫ്റ്റ് ടിഷ്യൂ, ലാസ്റ്റ് വരുന്ന ബോൺ ആണ്. അപ്പോൾ യൂഷ്വലി ഈ സ്റ്റേജ് 1 പ്രഷർ അൾസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു എരിത്തീമ ഓഫ് ദ സ്കിൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിൽ ഒരു റെഡ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതിലാണ്? സ്റ്റേജ് 1 പ്രഷർ അൾസറിൽ. സ്റ്റേജ് 2-ലാണെങ്കിലോ നോക്കിയേ, എപ്പിഡെർമിസും അതുകൂടാതെ തന്നെ ഡെർമിസ് വരെ കേട്ടോ. ഈ ഒരു അൾസറേഷൻ എന്ന് പറയുന്നത് ഡെർമിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും ഇൻ സ്റ്റേജ് 2 പ്രഷർ അൾസർ. അതേസമയം സ്റ്റേജ് 3 ആണെങ്കിലോ, സ്റ്റേജ് 3 ആണെങ്കിൽ നോക്കിയത് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് വരെ എത്തും. പക്ഷേ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്, അതായത് ബോൺ വരെ നമുക്ക് കാണാം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എന്താണ്? സ്റ്റേജ് 4 പ്രഷർ അൾസർ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓപ്ഷൻ ബി, അതായത് സ്റ്റേജ് 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ, a patient experiencing symptoms of PTSD. എന്താണ് PTSD? Post traumatic stress disease അല്ലെ, ഡിസോർഡർ, is admitted to the unit. What is the nurse's initial action? Again ഒരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് PTSD ഉള്ള പേഷ്യന്റ് നമ്മുടെ യൂണിറ്റിൽ അഡ്മിറ്റ് ആയി. അപ്പൊ നേഴ്സിന്റെ ഇനിഷ്യൽ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, എൻകറേജ് ദ പേഷ്യന്റ് ടു അവോയ്ഡ്
ടോക്കിംഗ് അബൌട്ട് ദ ട്രോമാറ്റിക് ഇവന്റ്, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ട്രോമ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ട്രെസ് ഡിസോർഡർ ആണ് അത് അല്ലെ. സോ ഇതിനകത്ത് പറയുന്നത് ആ ട്രോമാറ്റിക് ഇവന്റിനെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യരുത്. ഓപ്ഷൻ ബി, പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ പേഷ്യന്റ് ടു verbalize the feelings about the event. Option C, teach coping strategies and relaxation techniques. Option D, refer the patient immediately to long-term psychotherapy. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? PTSD ഉള്ള പേഷ്യൻ്റ് ആണ്. എന്താണ് ഇനിഷ്യൽ ആക്ഷൻ? അതായത് നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെ, ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക ഒന്ന്. അതുകൂടാതെ തന്നെ അതെന്താണോ ആ ഇഷ്യൂ, എന്ത് സ്ട്രെസ്സാണ് അല്ലെങ്കിൽ എന്ത് ട്രോമയാണ് പേഷ്യൻ്റ് ഉണ്ടായത്, അത് കംപ്ലീറ്റ് ആയിട്ട് വെർബലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യന്റിനോട് പറയുക. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടൈം അല്ലെ ഈ പറയുന്ന PTSD പിന്നീട് റെക്കർ ചെയ്യാണ്ടിരിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി അല്ലെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The patient arrives at the emergency department with a swollen and painful ankle after injury and intense sports activity. He is assigned triage level 3 and must wait approximately 3 hours. What's the best nursing action while the patient waits? Okay, പേഷ്യന്റിന് ഒരു ഇഞ്ചുറി അല്ലെ, ലൈക്ക് ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയോട് അനുബന്ധിച്ച് പേഷ്യന്റ് ഒരു ഇഞ്ചുറി ഉണ്ടായി, അതായത് ആംഗിൾ ഒരു ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ ഒരു സ്വെള്ളൻ പെയിൻഫുൾ ആംഗിളാണ് പേഷ്യന്റ് ഉണ്ടായിരിക്കുന്നത്. സോ പേഷ്യന്റ് ഒരു ട്രയാജ് ലെവലിൽ 3 നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ അവിടെ പേഷ്യന്റ് നോക്കി ഒരു 3 മണിക്കൂറോളം പേഷ്യന്റ് വെയിറ്റിംഗ് ടൈം വരുന്നുണ്ട്. സോ ഇവിടെ ഒരു ബെസ്റ്റ് നഴ്സിംഗ് ആക്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേഷ്യന്റ് ജസ്റ്റ് ഒരു അക്യൂട്ട് സ്റ്റേജിലാണ് കേട്ടോ, പേഷ്യന്റ് ഇഞ്ചുറി വന്നിട്ട് ഒരു അക്യൂട്ട് സ്റ്റേജിലാണ്. ഓപ്ഷൻ എ, ടേൺ ദ ടെലിവിഷൻ ടു ഡിസ്ട്രാക്ട് ദ patient. B, apply an ice to the injured angle. C, send the patient for an X-ray immediately. Option D, ask the patient to walk around to reduce stiffness. Okay, പേഷ്യന്റിന് ആങ്കിൾ ഇഞ്ചുറി വന്നിട്ടുണ്ട്, സ്വള്ളൻ ആങ്കിൾ ആണ് പേഷ്യന്റ് വന്നേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു അക്യൂട്ട് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുക? എന്താണ്, അതായത് പേഷ്യന്റ് നടക്കാൻ പറ്റുമോ? പേഷ്യന്റ് നടക്കാൻ പറ്റില്ല അല്ലെ, കാരണം എഡിമയുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്, അത് കൂടും അല്ലെ. സെൻഡ് ദ പേഷ്യന്റ് ഫോർ എക്സ്റേ അല്ലെ, പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാണ്ട് നമ്മൾ എക്സ്റേക്ക് വേണ്ടി ഇപ്പോൾ വിടേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഡിസ്ട്രാക്ഷൻ മാത്രം കൊടുത്തതുകൊണ്ട് അവിടെ കാര്യമുണ്ടോ? ഒരു അക്യൂട്ട് ഫേസിലെ എന്താ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്? വി ഹാവ് ടു അപ്ലൈ ഐസ് പാക്ക് കേട്ടോ. നമ്മൾ ഐസ് പാക്ക് വെച്ച് കൊടുക്കണം, എസ്പെഷ്യലി എന്താ ഒരു അക്യൂട്ട് സ്റ്റേജിലാണെങ്കിൽ, ഇതുപോലെ ഒരു ഇഞ്ചുറി എഡിമ ഒക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ഐസ് പാക്ക് കേട്ടോ. ഐസ് പാക്ക് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓർക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയാൽ, എ പ്രഗ്നന്റ് വുമൻ arrives to the labor unit with cervical dilation of 6 cm കേട്ടോ. cervical dilation 6 cm ആണ്. and contractions occurring every 3 to 5 minutes കേട്ടോ. ഒരു 3 to 5 minutes പേഷ്യന്റ് യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. which stage of labor is she most likely in? പേഷ്യന്റ് ഏത് സ്റ്റേജ് ഓഫ് ലേബറിലായിരിക്കും ഇപ്പോൾ? ഓക്കെ, ഓപ്ഷൻ എ സ്റ്റേജ് 1 latent phase. ഓപ്ഷൻ ബി സ്റ്റേജ് 1 active phase. ഓപ്ഷൻ സി സ്റ്റേജ് 1 ട്രാൻസിഷൻ ഫേസ്. ഓപ്ഷൻ ഡി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയേ, 6 cm ഡയലേറ്റഡ് ആണ് സെർവിക്സ്. അതുകൂടാതെ യൂട്രൈൻ കൺട്രാക്ഷൻ എവറി 3 to 5 minutes ഉണ്ടാവുകയാണ്. സോ ഇവിടെ പേഷ്യന്റ് ഏത് സ്റ്റേജിലാണ്? നോക്കിയേ, ഒരു 4 to 7 cm ആണ് സെർവൈക്കൽ ഡയലേഷൻ എങ്കിൽ പേഷ്യന്റ് എന്താണ്? ആക്റ്റീവ് ഫേസിലാണ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതിനുശേഷം യൂഷ്വലി നമ്മൾ ലേറ്റന്റ് ഫേസ് എന്നാണ് പറയുക അല്ലേ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റേജ് 1 ആക്റ്റീവ് ഫേസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, the active phase of first stage of labor is characterized by cervical dilation 4 to 7 cm with regular stronger contractions occurring every 3 to 5 minutes അല്ലെ. റെഗുലർ ആയിട്ടുള്ള സ്ട്രോങ്ങർ കൺട്രാക്ഷൻ ഒരു 3 to 5 minutes ഉണ്ടാകും. കൂടാതെ അവിടെ cervical dilation എന്ന് പറയുന്നത് 4 to 7 cm ആയിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ റിപ്പീറ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലാണ് കുവൈറ്റ് പ്രൊമോട്ടറി എക്സാമിന്. സോ ഇതുപോലെ എല്ലാ GCC കൺട്രീസിലേക്കുള്ള എല്ലാ എക്സാംസിന് കോച്ചിങ് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? അവിടുത്തെ റിസൾട്ട് എന്താണ്, അവിടുത്തെ ടീച്ചിങ് എങ്ങനെയാണ് അല്ലെ, ആരാണ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. സോ നന്നായിട്ട് പഠിക്കുക, കാരണം നമ്മൾ അത്യാവശ്യം എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് എക്സാം എഴുതുക അല്ലേ. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് അല്ലെ, രണ്ടാമത്തെ പ്രാവശ്യം ആ എക്സാം വീണ്ടും എഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെ പെയിൻഫുൾ ആണ് നമുക്ക് ഇക്കണോമിക്കലി. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നു. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന, നന്നായിട്ട് ഉറപ്പായിട്ട് നമുക്ക് പാസ്സാകാൻ കഴിയുന്ന ഒരു അക്കാഡമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മുടെ അക്കാഡമിയിലെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു എക്സാം എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.